എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രിയിൽ കിച്ചു ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചു അറിയാലോ, കിച്ചു സുധി. ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിനകത്ത് കിച്ചു ഓക്കെ ആണ് എന്ന് പറയാൻ വേണ്ടി വന്നൊരു ലൈവായിട്ടാണ് എനിക്ക് തോന്നിയത്. അവൻ ഓക്കെ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി വന്നൊരു ലൈവ്. അതിനകത്ത് അവൻ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം. കിച്ചു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കെതിരെ ഇനിയും ആരോപണങ്ങൾ വരാം. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളായി കഴിഞ്ഞു. അവൻ ലഹരിക്കടിമയാണെന്നും അവൻ ജോലിക്ക് പോകാത്തവനാണെന്നും അവൻ പഠിക്കാത്തവനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്, അവൻ അമ്മേനെ തള്ളിപ്പറയുന്നവനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഈ ആരോപിക്കുന്ന വാലുകളൊന്നും ചിന്തിക്കാത്തൊരു കാര്യം, എന്താണ് കിച്ചു പറഞ്ഞത്? കിച്ചു പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് നോക്കണ്ട. അവർക്ക് വേണ്ടത് രേഷ് തങ്കുൻ എന്തു പറഞ്ഞു, രേഷ് തങ്കുൻ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ്, രേഷ് തങ്കു ആണ് കിച്ചുവിന് ട്രോമ ഉണ്ടാക്കിയത്. കിച്ചുവിന് ട്രോമ ഉണ്ടാക്കിയത് രേഷ് തങ്കു ആണെന്ന് കിച്ചു പറഞ്ഞിട്ടില്ല. അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് കേട്ടത്, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർ സ്വയം അതിനെ അങ്ങ് ഏറ്റെടുത്തു. കിച്ചുവിൻ്റെ സ്വന്തം അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, കിച്ചുവിൻ്റെ രണ്ടാനമ്മയായ വീണയെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും വീണേനെയാണ് കിച്ചു ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്, വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളത്. അവരാണ് ഇവനെ നോക്കാത്തതെന്നും അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതെന്നും ഒക്കെയുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നത് വീണ തന്നെയാണ്. പക്ഷേ വീണ രംഗത്ത് വന്നിട്ടില്ല. വീണ ഇതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് വീണ ഇരിക്കുന്നു. പക്ഷേ രേഷ് തങ്കുവിനും രേഷ് തങ്കുവിൻ്റെ സംഘാംഗങ്ങൾക്കും അല്ലെങ്കിൽ വാലുകൾക്കൊക്കെയാണ് കയറി കൊള്ളുന്നത്. എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയാണ് അത് കയറി കൊള്ളുന്നതെന്ന്, എന്തുകൊണ്ട് ഇത് കയറി കൊള്ളുന്നു? അപ്പോൾ ഈ കോഴിയെ പിടിച്ചവൻ്റെ തലയിലല്ലേ പൂടെ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഏത് വള്ളി കേസ് പോയാലും ഇത് തന്നെയാണ് ഇങ്ങ് വാടാ എന്നും പറഞ്ഞാണ് ഈ ടീമുകൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി തന്ന മറുപടി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് കണ്ടില്ല, വീഡിയോ കണ്ടില്ല, ഞാൻ കാണാൻ പോകുന്നില്ല, ഞാൻ അതിനെ റിയാക്ട് ചെയ്യാനും പോകുന്നില്ല. ഇതിനകത്ത് ആ ശ്രീതു എന്ന് പറഞ്ഞ ലേഡി കുറച്ചൊക്കെ തലയിൽ ആൾ താമസമുണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ വെറും പാഴ്ത്തടി ആയിപ്പോയി. ഇവർ കഴിഞ്ഞ ദിവസം, ഞാനത് എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ആ പമ്പ എന്ന് പറഞ്ഞ ലേഡിയുടെ ഒരു വീഡിയോ ചെയ്തു. അതിന് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ദൈവത്തിന് കേസ് കൊടുക്കണം, കള്ള് ഷാപ്പിലെ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തൊരു വീഡിയോ ചെയ്തു. ഞാൻ അവിടെ പോയി വളരെ മാന്യമായിട്ടാണ് ഒരു കമൻറ്റ് ചെയ്തത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാണ്ട് ഞാൻ ഇവരുമായിട്ട് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ശ്രീതുവുമായിട്ട് മറ്റേ വാലിൻ്റെ കാര്യം ഓക്കെ, അത് വിട്ടേക്ക്, കാരണം ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ അങ്ങോട്ടും വീഡിയോസ് ഇടാറുണ്ട്. പക്ഷേ ഇവരുമായിട്ട് എനിക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താണ് എന്നോട് ഇത്ര ചുരുക്കുന്നുള്ളത്? ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കോമഡി എന്താ വെച്ചാൽ, ഞാൻ അവരുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് തരൂ, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തു. ഇന്നലെ രാവിലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു, ഹായ് ദേവ്, ഐ എം ശ്രീതു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈയും കൊടുത്തു. എന്തിനാണ് ആ മെസ്സേജ് അവരെനിക്ക് അയച്ചതെന്നോ എന്തായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ ഒന്നും എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ ഒരു മറുപടി എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്നിട്ടാണ് ഇവർ വൈകുന്നേരം എനിക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് ലൈവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർ തന്നെ പറയുന്ന റീച്ച് തന്നെയല്ലേ? അപ്പോൾ രേഷ് തങ്കു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ കൊണ്ട് ടോപ്പ് റാങ്കുകളൊക്കെ കാണിക്കാനുള്ള എൻകറേജ് ചെയ്തിട്ട് ഇപ്പുറത്ത് മാറിയിരുന്നു ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്യുക. ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങളുടെ സപ്പോർട്ട് അവൾക്കുണ്ട് എന്ന് പറയുക. ഒരു സൈഡിൽ 90 പേര് അല്ലെങ്കിൽ 95 പേര് 99 പേരും നീ ചെയ്യുന്നത് ശരിയല്ല മോളെ, നീ മാറെന്ന് പറയുമ്പോഴും ഇവിടെ 1% ആൾക്കാരെന്ന് പറയാണ് നീ ചെയ്യടി. അതിനോടൊന്നും മറുപടി പറയാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുവാണ്, ഞാൻ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കാണാറില്ല, ഞാൻ അങ്ങോട്ട് നോക്കാറില്ല, ഞാൻ അങ്ങോട്ട് വരാറുമില്ല. നിങ്ങൾ ആ വീഡിയോക്കകത്ത് എന്താണ് പറഞ്ഞതെന്ന് പോലും എനിക്കറിയത്തില്ല. ഓക്കെ, എനിക്കത് അറിയാൻ താല്പര്യമില്ല. നിങ്ങൾ ഇനി അവിടെ കിടന്ന് കുരച്ചോ. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ ഇന്നലത്തെ ലൈവ്. ആ ലൈവിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ രേഷ് തങ്കുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മാന്യദേഹം, ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ മഹാനായൊരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരുപാട് സ്ത്രീകളെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. ഇതുപോലൊരു മാന്യനായ വ്യക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചുവിൻ്റെ ലൈവ് ഒന്ന് കണ്ടു നോക്കാം. ഹലോ, വേറൊന്നും പറയാനായിട്ട് ഒന്നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നത് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാൻ ഓക്കെയാണ്, വേറൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പറയുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജ് എല്ലാവരും എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം, അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിച്ച് തന്നെ പോകും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആക്കാം. അപ്പം എന്നെ പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം.
ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്നാലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടുകാരോടൊപ്പം നിൽക്കുക. ഓക്കെ, ഏകദേശം 6 മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ്. അതിൽ കുറച്ച് ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് കിച്ചു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പാസ്റ്റ് ആണ് പറഞ്ഞത്, എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനോ അല്ലെങ്കിൽ അവൻ്റെ അമ്മേനെ കാണാൻ താല്പര്യമില്ലെന്നോ ഋതപ്പനെ കാണാൻ താല്പര്യമില്ലെന്നോ അവരുമായിട്ട് പിണക്കമാണെന്നോ ഇതൊന്നും അവൻ അവൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു 37 മിനിറ്റ് ആണെന്ന് തോന്നുന്നു ആ വീഡിയോ ലെങ്ത്. 37 മിനിറ്റ് ആ വീഡിയോയുടെ ഫുൾ ലെങ്തും ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് എവിടെയും ഇവൻ്റെ അവൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളത് വീണയെയും അതുപോലെ അവൻ ഇപ്പോൾ നിൽക്കുന്ന വീട്ടുകാരെയുമാണ്. അവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്നോട്ടേന്ന് ചോദിച്ചു, അവർ വരണ്ടെന്ന് പറഞ്ഞു. എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്കിത് പൊള്ളുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പോൾ കിച്ചു പറയുന്നൊരു പോയിന്റ്, നാളെ ഒരു പെണ്ണ് കേസ് വരെ എനിക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൻ പേടിക്കുന്നുണ്ട്. അവൻ ഓക്കെ ആണെന്ന് പറയുന്നെങ്കിൽ പോലും എന്തും പറഞ്ഞു വരുത്താൻ കെൽപ്പുള്ള ആൾക്കാരാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. മനസ്സിലായോ? അതായത് അവൻ കഴിഞ്ഞ വീഡിയോ അവൻ പറഞ്ഞു, ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്കത് ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ അവൻ വ്യക്തമായിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന നരേഷൻ എന്താണ്? അവൻ അതിന് അഡിക്റ്റാണ്, അവൻ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും അവൻ ഉപയോഗിക്കുന്നുണ്ട്, ഈ ലെവലിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഫുഡ് കഴിച്ച കാര്യം അവൻ പറയാത്ത കാര്യമാണ്. രേഷ് തങ്കുവിൻ്റെ പേര് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതിനെ അങ്ങനെ നരേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പൈസയുടെ കണക്കെടുത്തിരുന്നത്, ഇവർ പൈസയുടെ കണക്കെടുത്തിട്ടിട്ട് പിന്നെ പറയാം അത് ഷഫീന ബീവി ചോദിച്ചുകൊണ്ട് എടുത്തിട്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ സമയത്തും ഓരോ രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് പോകുന്ന ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അവന് പേടിയാണ്. ഇനി അവനെക്കുറിച്ച് പറയാനുള്ളൊരു ആരോപണം പെണ്ണ് കേസ് മാത്രമാണ്. അതും വന്നേക്കാം. കാരണം മനസ്സിലാക്കുന്നുണ്ട് അപ്പുറത്തെ ആൾക്കാരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് കിച്ചു ശരിയാണെന്നോ രേഷ് തങ്കു ശരിയാണെന്നോ ഇവരുടെയൊക്കെ ഫാമിലി ശരിയാണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാൻ വാദിക്കുന്നുമില്ല. എല്ലാവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്. പക്ഷേ ഒരു 15 അല്ലെങ്കിൽ 13, 12 വയസ്സുകാരൻ 15 വയസ്സുകാരൻ അവനെ നേർവഴിക്ക് നയിക്കേണ്ടത് ആരാണ്? അവൻ്റെ പാരൻസ് ആണ്. ഇപ്പോൾ അച്ഛനില്ല, അമ്മയില്ല, പിന്നെ അവനെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിക്കാണ്. അവിടെ അമ്മ എന്ന സ്ഥാനം കൊടുത്തിട്ട് ഒരു സ്ത്രീ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഇത് ചില ബോധമില്ലാത്ത ടീമുകൾക്ക് മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ പറയരുത് എൻ്റെ മോനാണ്, എൻ്റെ മൂത്ത മോനാണെന്ന് പറയരുതായിരുന്നു. ഇത് കൊല്ലം സുധീരെ പേരിൽ അറിയപ്പെടുകയും വേണം. കിച്ചു സുധി എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ മോനാണെന്ന് പറയുകയും വേണം. എന്നാൽ അവൻ്റെ കാര്യങ്ങളോട്ട് അന്വേഷിക്കാൻ വയ്യ എന്നുള്ള ലെവലാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ ആൾക്കാർ സംസാരിക്കത്തില്ലേ? ഇപ്പോൾ കുറേ എന്താ പറയുക, വെല്ലുവിളികളുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓരോ ദിവസം പുതിയ സ്റ്റോറീസ്. എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഒന്നും ഇവരെ ബാധിക്കത്തില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ റിയാക്ട് ചെയ്യണം. ഈ ബാധിക്കാത്തവരെന്തിനാ അപ്പോൾ റിയാക്ട് ചെയ്യുന്നത്? മിണ്ടാണ്ടങ്ങ് പോയാൽ പോരെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ അവരെ ലൈവ് ചെയ്തോട്ടെ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാനത് കാണാൻ പോകുന്നില്ല, ഞാൻ പറയുന്നില്ല, സംസാരിക്കുന്നില്ല, പ്രശ്നം കഴിഞ്ഞു. അവിടെ സംസാരിച്ച വിഷയങ്ങൾ പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരെന്തെങ്കിലും ഒന്ന് കുറച്ചുകൊണ്ട് പോട്ടെ, എൻ്റെ വിഷയമേ അല്ല. കുരയ്ക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ മൃഗങ്ങൾക്ക് ദോഷമാണ്, അല്ലെങ്കിൽ അപമാനമാണ്. അവരുടെ പേരൊക്കെ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത് അവർക്ക് അപമാനമാണ്. സമ്മതിക്കണം, ഈ ടീമുകളൊക്കെ സമ്മതിക്കണം. എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും നീ കാണിക്ക് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന കുറേ വിഡ്ഢിക്കോമരങ്ങൾ. സ്വയം പറയുക ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ്, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും മോശക്കാരാണ്. ഇതാണ് ആറ്റിറ്റ്യൂഡ്. കുടുംബത്തിൽ പിറന്ന് മക്കളെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളും ഈ ലേഡീനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. മനുഷ്യത്വമില്ലാത്തവർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു 22 വയസ്സുകാരൻ അവൻ്റെ 15, 16, 13 വയസ്സിൽ വന്ന് അനുഭവിച്ച വിഷമങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ ആ വിഷമത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അവൻ പറയാത്ത കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവനെ അങ്ങോട്ട് അടിക്കുകയാണ്, വളഞ്ഞിട്ട് അങ്ങോട്ട് അടിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ മകനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അതങ്ങനെയല്ല ചെയ്യുന്നത്. ഇവളിവിടെ എന്ത് ഉരിഞ്ഞു കളഞ്ഞാലും ഒരു കുഴപ്പമില്ല, അവളാണ് ലെജൻഡ്, അവളാണ് ഗ്രേറ്റ് എന്ന് പറയുന്ന കുറേ ടീമുകൾ. എന്തെങ്കിലുമൊക്കെ കാണിക്ക്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മഹാനുഭാവൻ, അയാളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്തിനാ ഈ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, അതാണ് എല്ലാവരുടെയും ഒരു വാചകം. ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ. ഞാൻ ഈ പറയുന്ന അഭിലാഷ് ആട്ടായം ഇയാളോട് ചോദിക്കുകയാണ്. അഭിലാഷിൻ്റെ ഭാര്യയുണ്ട്, 3 മക്കളാണെന്ന് തോന്നുന്നുള്ളത്. അഭിലാഷിൻ്റെ ഭാര്യ, അഭിലാഷ് അവരെ കെയർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം, അഭിലാഷ് കെയർ ചെയ്തില്ല എന്ന് വിചാരിക്കാം. അഭിലാഷിൻ്റെ ഭാര്യ നാളെ ഇൻസ്റ്റഗ്രാമിലൊരു സബ്സ്ക്രിപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അഭിലാഷ് അത് അക്സെപ്റ്റ് ചെയ്യുമോ, അതോ പോയി അവരെ കൈയും കാലും തല്ലുപിടിക്കുമോ? എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞ ന്യായം എന്തായിരിക്കും? എനിക്ക് എൻ്റെ പിള്ളേരെ വളർത്തണ്ടേ എന്നായിരിക്കും ചോദിക്കുന്നത്.
എന്ത് ചെയ്തും ജീവിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. അഭിലാഷ് അംഗീകരിക്കുമോ? അപ്പോൾ അഭിലാഷ് പറയുമ്പോൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ആൾക്കാരെ കുറിച്ചുകൂടി ചിന്തിക്കണം. ആ ഫാമിലിയിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഈ സുധി എന്ന് പറഞ്ഞ കലാകാരൻ, കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിക്കൊരു ഫാമിലി ഉണ്ട്, അയാൾക്ക് അമ്മയുണ്ട്, അയാൾക്ക് സഹോദരങ്ങളുണ്ട്. അയാളുടെ പേരും വെച്ചിട്ട് അയാളുടെ പേരിനെ നാണം കെടുത്തിക്കൊണ്ട് ഈ സ്ത്രീ കാണിക്കുന്ന ഈ തോന്നിയവാസം അവരെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇവരുടെ ഇളയ മകൻ, അവനെ എത്രമാത്രം അത് നാളെ അഫക്റ്റ് ചെയ്യും? ചുമ്മാ അങ്ങോട്ട് വന്ന് ന്യായീകരിക്കുകയാണ്, എന്നിട്ട് ഒരു കണ്ണീരും. അഭിലാഷിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓരോ ദിവസം പുതിയ പുതിയ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് മറ്റേ എടുത്ത് അമ്മാനമാടുക, ഇതാണ് അഭിലാഷിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ്, ഞാൻ പുതിയ പുതിയ നായികമാരെ മലയാള സിനിമയ്ക്ക് അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ്, അങ്ങോട്ട് എന്താ ഇറക്കി വിടുകയാണ് എന്ന് പറയുന്ന ഒരു ജന്മം. ഓക്കെ, ബാക്കിയേക്കാം. ആവശ്യമില്ലാണ്ട് ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണുസുധനെ കാണണേ. അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ വന്നിങ്ങനെ തെറി പറയാൻ? അതേടോ, അമ്മയും പെങ്ങന്മാരും ഉള്ളതുകൊണ്ടാണ് വിമർശിക്കുന്നത്. ഞാൻ ഈ പറയുന്ന രേഷ് തങ്കുവിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ അമ്മയും പെങ്ങന്മാരും ഇമാതിരി തോന്നിയ കാണിച്ച് നടക്കുന്ന ആൾക്കാരല്ല, അതുകൊണ്ടാണ് വിമർശിക്കുന്നത്. ജീവിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, അതിൽ അവർ അഭിനയിച്ചോട്ടെ, അഭിനയിക്കാൻ പൊക്കോട്ടെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇനാഗുറേഷൻസിന് പൊക്കോട്ടെ, ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ എന്തിനാണ് തുണി മാറ്റി ശരീരഭാഗം കാണിച്ച് ജീവിക്കുന്നത്, കാശുണ്ടാക്കുന്നത്? ഇതേ ഉള്ളൂ പ്രശ്നം. ഒരു കലാകാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ ഭാര്യ അല്ല ഞാനെന്ന് ഇവരങ്ങ് വെട്ടി തുറന്ന് പറയണം, എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇനി അയാളുമായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ജീവിക്കും എന്ന് പറയാൻ ഇവർ ആർജവം കാണിക്കണം. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്കിനി യാതൊരു ബന്ധമില്ല, അയാളുടെ പേര് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആർജവം എന്ന് പറയാനുള്ളൊരു ആർജവം അവർ കാണിക്കണം. എന്നിട്ട് അവരുടെ തോന്നിയ പോലെ ജീവിക്കട്ടെ, ഒരാളും കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇതിപ്പോൾ സുധി എന്നുള്ള പേര് ഉപയോഗിക്കുകയും വേണം, തോന്നിയവാസം കാണിക്കുകയും വേണം. അത് നാട്ടുകാർ ചോദിക്കും, കാണുന്നൊരു അഭിപ്രായം പറയും. ഓക്കെ, അത് ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം പറയും. ചിലർ മാന്യമായിട്ട് പറയും, ചിലർ തെറി പറയും. ഈ വ്യക്തിയോട് ആർക്കും ഒരു ദേഷ്യവുമില്ല, പക്ഷേ അവർ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികളോടാണ് ദേഷ്യം. ഈ ഒരു പ്രശ്നം ഉണ്ടായി. കിച്ചുവിൻ്റെ പാസ്റ്റ് വന്ന് സംസാരിച്ചു. ഇവർ മാന്യതയുള്ള ഒരു അമ്മ എന്ന പേരിൻ്റെ വാല്യൂ അവർക്ക് അറിയാമായിരുന്നെങ്കിൽ ഇവർ അപ്പം തന്നെ കിച്ചുവിനെ വിളിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കുമായിരുന്നു. ഈ കൂടെ കുറേ ചിങ്കിടികൾ നടക്കുന്നുണ്ടല്ലോ വാലുകളായിട്ട്, ഈ വാലുകളിൽ ഒരാൾ ആ ചക്കനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ട് ചോദിച്ചോ, മോനെ എന്താ നിൻ്റെ പ്രശ്നം, നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടൊരു വീഡിയോ ചെയ്തത്? ഈ രേഷ് തങ്കു വിളിച്ചോ, എടാ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതല്ലേ, നീ ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ച് വിളിച്ചോ? പകരം അവരെന്താ ചെയ്തത്? ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വെല്ലുവിളി, എന്നിട്ട് ഓരോ അവളുമാരും ഇടുന്ന കൊല്ലം സുധി ആയിക്കോട്ടെ ഈ കിച്ചുവിനെ ആയിക്കോട്ടെ പറയുന്ന മോശം വീഡിയോകൾ എടുത്ത് സ്റ്റോറി ഇടുക. അപ്പോൾ ഇവർക്ക് കൊല്ലം സുധിയോടും ഈ കൊച്ചിനോടും സ്നേഹമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഒരു മണ്ണാങ്കട്ടിയില്ല ഇവർക്ക് ഒരു സ്നേഹമില്ല കൊച്ചിനോടും ആ സുധിയോടും. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സുധിയെക്കുറിച്ച് പറയുന്ന തോന്നിയവാസങ്ങൾ ഇവർ എൻകറേജ് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇവരിപ്പോൾ ചെയ്യുന്നത് അതല്ലേ? അല്ലേ? അങ്ങനെ വരുന്ന വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ചെയ്യുക. ഇവർ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരെ ഇവർ പോയി കമൻറ്റ് ചെയ്യുന്നു, ഹാർട്ട് കൊടുക്കുന്നു, സ്റ്റോറി ഇടുന്നു. എന്തിനു വേണ്ടിയാണ്? സ്വയം വെളുക്കാൻ വേണ്ടി. ലേശമൊക്കെ എളുപ്പമാവാം. ഇന്നലെ വരെയും സുധിച്ചേട്ടൻ എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് കണ്ടവളുമാർ ഇതേ സുധിച്ചേട്ടനെ കുറിച്ച് മോശം പറയുമ്പോൾ അതിനെ പോഷിപ്പിച്ചങ്ങ് വിടുകയാണ്. ഇതിനെയാണ് ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇന്നലെ അവരെ കിച്ചു എൻ്റെ സ്വന്തം, എൻ്റെ മൂത്ത മോൻ എന്ന് പറഞ്ഞവർ ഇന്ന് കൂട്ടുകാരികളെ കൊണ്ട് കിച്ചുവിനെ അനാവശ്യങ്ങൾ പറയിപ്പിക്കുന്നു. നിങ്ങൾ പറ എന്ന ലെവലിൽ അവരിരുന്ന് അങ്ങോട്ട് പറയുന്നു. ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പറച്ചിലൊന്ന്, പ്രവൃത്തി വേറൊന്ന്. എന്തായാലും കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കിച്ചുവിനെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കാം, അവനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. അവൻ പറഞ്ഞത് അവൻ്റെ പാസ്റ്റാണ്, അവൻ അനുഭവിച്ച കാര്യങ്ങളാണ്. മനസാക്ഷിയുള്ളവർക്ക് അത് മനസ്സിലാക്കാം, അത്രേ ഉള്ളൂ. അവൻ ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നാളെ അവൻ മറക്കാം. ഒന്നാവട്ടെ, നല്ല കാര്യമാണ്, ഇവരൊന്നായിക്കോട്ടെ. ഇപ്പം ഈ പറഞ്ഞ രേഷ് തങ്കു നാട്ടിൽ വന്നിട്ട് ഇവൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. സോൾവ് ചെയ്ത് അവർ ഹാപ്പിയായിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഹാപ്പിനെസ്സിനകത്ത് അവന് അന്തസ്സോടെ ഇറങ്ങി നടക്കാൻ പറ്റണം, പുറത്ത് അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റണം. അല്ലാണ്ട് റോഡിൽ ഇറങ്ങുമ്പോഴേക്കും നിൻ്റെ അമ്മ അത് കാണിച്ചില്ലേ ഇത് കാണിച്ചില്ലേ എന്ന് കേൾക്കേണ്ടി വരുന്നൊരു മകൻ്റെ മാനസികാവസ്ഥ ആലോചിക്കണം നിങ്ങൾ. അങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരുന്നാൽ മതി. ഒന്നിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, ഒന്നിച്ചോട്ടെ, നല്ല കാര്യമാണ്. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.